ഹലോ ഗൈസ്, ഇത് ശ്രീലങ്കയിലെ ചില പ്രാന്തപ്രദേശങ്ങളാണ്. ഇന്ന് നമ്മൾ പോകാൻ പോണത് ഒരു ഐലൻഡ് വിസിറ്റ്. So which is the most famous festival in Sri Lanka? Festival. In April 14th and 13th, 14th, some year. Single New Year. Oh, New Year. Oh, okay. Single in Tamil New Year. April la? ഈ ചേട്ടൻ്റെ ഇടപാടിലാണ് നമ്മൾ ഈ വില്ലേജ് ആൻഡ് ലേക്ക് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വില്ലേജ് ടൂറിന് പോകുമ്പോൾ കാണുന്നതൊക്കെയാണ് ഈ ആൽബത്തിൽ അവർ കാണിച്ചിരിക്കുന്നത്. ഒരു ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. And the catamaran type on the boat. ഈ വില്ലേജ് ടൂറിന് പോകുമ്പോൾ കാണുന്ന പക്ഷി മൃഗാദികളൊക്കെയാണ് ഈ ഫോട്ടോയിലുള്ളത്. പിന്നെ എന്തൊക്കെ നമ്മൾ അവിടെ ആക്ടിവിറ്റി ചെയ്യും എന്നൊക്കെയുള്ളത്. ഈ വില്ലേജ് ടൂറിന് ശേഷം അവർ നമുക്ക് ലഞ്ച് തരും. ഇതാണ് ശ്രീലങ്കൻ വില്ലേജിലെ ലഞ്ച്. ഇവരുടെ ബുക്ക് സ്റ്റാൻഡ് കണ്ടോ, നല്ല രസമില്ലേ? ഈ കടയുടെ ഫ്രണ്ടിൽ നമ്മുടെ ഗണപതി വച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവരുടെ തന്നെ ഓട്ടോയിൽ കുറച്ച് ദൂരം പോവും. അതിനുശേഷം അവിടെ നിന്നൊരു കാളവണ്ടിയിൽ ഒരു യാത്രയുണ്ട്. ഈ ചേട്ടനാണ് കാളവണ്ടിയുടെ സാരഥി. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാളയുടെയൊക്കെ പുറത്ത് കണ്ടോ ഇവർ കമ്പി പഴുപ്പിച്ച് വെക്കുന്നതാണ്. അത് ഭയങ്കര ഒരു കഷ്ടവും ഒരു വിഷമാജനകമായ ഒരു കാഴ്ചയായിരുന്നു. ഭയങ്കര ഒരു വിഷമമായിരുന്നു നമുക്ക് ആ കാളയുടെ പുറത്ത് കയറിയിരുന്ന് യാത്ര ചെയ്യാൻ വരെ. ഇവർ ഓരോരുത്തരും നമ്പേഴ്സോ പേരുകളോ ഒക്കെ ഇങ്ങനെ ഈ ഇരുമ്പ് ദണ്ട് പഴുപ്പിച്ച് വെക്കുന്നതാണ്. ഈ മിണ്ടാപ്രാണികളെ ഇങ്ങനെ വേദനിപ്പിച്ചതിൽ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഈ ചേട്ടനോട് ലാസ്റ്റ് റൈഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് എന്ന്. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ ഒരു വാക്കും മനസ്സിലായില്ല. അദ്ദേഹം വിചാരിച്ചത് എനിക്ക് ആ കാളയെ തൊടണം, ഞാൻ തൊടാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം കരുതിയത്. പിന്നെ ഞാൻ ആ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞെങ്കിലും ഡ്രൈവർ ചേട്ടനൊന്നും പറഞ്ഞില്ല ആ ചേട്ടനോട്. അത് അവരുടെ ഒരു റെഗുലർ കസ്റ്റമാണ്, അവരങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞതെല്ലാമാണ് വയലിൻ്റെ സൗന്ദര്യവും എല്ലാം. ഇതൊക്കെയാണ് നമ്മളെ ഈ യാത്രയിലൂടെ അവർ കാണിച്ച് തരുന്നത്. ഇവിടെ ഒരു കൊച്ചു ഡാം പോലെയൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യും. ഇദ്ദേഹമാണ് ബോട്ടിൻ്റെ സാരഥി. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, പറയാതെ വയ്യ. ബോട്ട് ഒരു ഒത്ത നടുക്ക് കൊണ്ട് വെള്ളത്തിൽ പാർക്ക് ചെയ്ത ശേഷം ഈ ചേട്ടൻ നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഈ താമരയാണെന്ന് തോന്നുന്നു, താമരയുടെ ഈ ഇല വെച്ച് നമുക്ക് ഓരോ തൊപ്പി ഉണ്ടാക്കി തരുവാണ്. വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഈ വെയിലിൽ അത് നല്ലൊരു ആശ്വാസമായിരുന്നു. ഇപ്പുറത്ത് ഒരു ഈഗിള് ഒരു മീനിനെ കൊത്തിയെടുത്ത് പറന്നുകൊണ്ട് പോകുന്നത് കാഴ്ചയാണ് ഈ കണ്ടത്. പക്ഷേ എനിക്ക് കുറച്ച് ഭാഗമേ കിട്ടിയുള്ളൂ വീഡിയോയിൽ.
ഒരു ചെറിയ കൊമ്പൊക്കെയുള്ള ഒരു ക്യാപ്പാണ്, നാച്ചുറൽ ക്യാപ്പാണ് ഇദ്ദേഹം ഉണ്ടാക്കി തന്നത്. ഇതുപോലെ ഇരിക്കും. ശ്രീലങ്കയുടെ മുളക് ചെടി ആണിത്. ഇനി നമ്മൾ ഇവരുടെ പാചകപ്പുരയും അവരുടെ ഭക്ഷണ രീതി അതൊക്കെ കാണാനാണ് പോകുന്നത്. ഇങ്ങനെ മൺചട്ടികളിലും ചിരട്ടത്തവിയിലുമായിട്ടാണ് അവർ ഭക്ഷണം സെർവ് ചെയ്യുന്നത്. ഈ അടുപ്പിലാണ് അവരിവിടെ പാചകം ചെയ്തത്. നമ്മുടെ സാധാരണ വിറകടുപ്പ്, പുകയൊക്കെ ചവയ്ക്കുന്ന. ഈ ചേച്ചി തനതായ രീതിയിൽ എങ്ങനെയാണ് തേങ്ങ ചിരകുന്നത് അവർ നാട്ടിൽ എന്നിങ്ങനെ കാണിച്ചു തരുവാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് അറിയാമോ എന്നറിയില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഓരോരുത്തർക്കും തേങ്ങ ചിരകി ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു തേങ്ങയും ചിരവയൊക്കെ തന്നത്. ഇതാണ് അവരുടെ ചിരവ. പിന്നെ അവർ ഒരു കുപ്പി വെള്ളം ആ ചൂടത്തുനിന്ന് വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവർ തന്നു. അവർ ഉച്ച ഭക്ഷണമാണെന്ന് തോന്നുന്നുണ്ട് വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് നമുക്കൊരു പുത്തിരിയല്ല, പക്ഷേ ഈ വെള്ളക്കാർക്കൊക്കെ ഉണ്ടല്ലോ, അവർക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയമാണ്. salt water and drinking water. That was rice flour, no? So rice flour and millet flour. Okay. അരിപ്പൊടിയും മില്ലറ്റിൻ്റെ മാവും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ മിശ്രിതം. കൂടാതെ തേങ്ങ, ഉപ്പ്, വെള്ളം, കുറച്ച് ഡ്രിങ്കിങ് വാട്ടറൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുവാണ്. ശേഷം ഇങ്ങനെ വാഴയിലയിൽ വെച്ച് ഇത് പരത്തും. എന്നിട്ട് അടുപ്പിൽ ചട്ടിയിലിടും. വെള്ളം എണ്ണയൊന്നും പിന്നെ യൂസ് ചെയ്യില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കും. 10 മിനിറ്റിനുള്ളിൽ സംഗതി ഈ അപ്പം റെഡിയാകും എന്നാണ് ഈ ചേച്ചി പറയുന്നത്. Not oil, not butter. Okay. Fry for oven. So 5 minutes change, 10 minutes ready. Oh, okay. ഊണിനുള്ള മീനാണ് ഈ കരിച്ച് മുരിച്ചെടുക്കുന്നത്. ഈ ഒരു ഇലയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ചോറും കറികളുമാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിലും വീട്ടിലും ഉണ്ടാക്കുന്ന അതേ വെജ് കറികൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്നില്ലേ, ചോറും കറികളും, അതൊക്കെ തന്നെയാണ് ഇവരും കഴിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം, ഒരു പക്ഷേ എണ്ണയുടെയോ മറ്റോ ആയിരിക്കാം. ഇങ്ങനെയാണ് ഫൈനലി ഉള്ള ലഞ്ച്. അല്പം മധുരത്തിനായിട്ട് അവർ പഴവും പപ്പായയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതവിടുത്തെ ഒലക്ക അവിടുത്തെ മാത്രമല്ല നമ്മുടെ നാട്ടിലും ഇത് തന്നെയാണ്. ശേഷം ഈ ചേച്ചി ഒലക്ക വെച്ച് അരി ഇങ്ങനെ ഇടിച്ച് പൊടിച്ച് കാണിച്ചു തരുന്നുണ്ട്. ശേഷം ആ പൊടിച്ചതിനെ എല്ലാം ഇങ്ങനെ വാരിയിട്ട് ഈ മുറത്തിൽ കൊണ്ടുപോയി പാറ്റി വൃത്തിയാക്കുന്നുണ്ട്. പാറ്റിയതിന് ശേഷം അവർ ഇതുപോലെ നെല്ല് മാത്രമായിട്ട് വേർതിരിച്ചും കൂടി കാണിച്ചു തരും.
സംഭവം ഇത്രയൊക്കെ നമ്മുടെ ഈ ഐലൻഡ് ടൂറിലുള്ളൂ. ഇവിടെ ഒരു ബോട്ടിലിങ്ങനെ വെള്ളവും പൂക്കളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കണ്ടു. ഇനി നമ്മൾ റിട്ടേൺ നമ്മുടെ നാട്ടിലെ പോലെ അരയ്ക്കുന്ന കല്ല്, തുണി കഴുകുന്ന കല്ല് എല്ലാം അവിടെയും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം നമ്മുടെ നാട് പോലെ തന്നെയാണ് ഈ ശ്രീലങ്കയും. ഒരു പണിയും ഇല്ലാതെ അവിടെ ഇങ്ങനെ വായി നോക്കി നിന്നപ്പോഴത്തേക്കാണ് ഒരു ഡിസൈനൊക്കെ ഉള്ള ഒരു അട്ട പോകുന്നത് കണ്ടത്. റെഡും ബ്ലാക്കും ഒക്കെ ആയിട്ട് ഡിസൈനുള്ള. പിന്നെന്താ, അവിടെ തന്നെ അവരുടെ വാഷ്റൂം, അതേ ടോയ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ തിരിച്ച് ബോട്ടിൽ പോവുകയാണ്. എൻ്റെ തൊപ്പി വാടി വെയിലത്ത് ഈ ഒരു പരുവമായി. തിരിച്ച് നമ്മൾ കുറച്ച് ദൂരം നടന്നതിന് ശേഷം ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു വഴിക്ക് നമ്മൾ കാളവണ്ടിയും തിരിച്ച് ജീപ്പ് യാത്രയും, അങ്ങനെ 2 രീതിയിലുള്ള സഫാരിയും നമുക്ക് ഈ വില്ലേജ് ടൂറിൽ അവർ നൽകുന്നുണ്ട്. തിരിച്ചും നമ്മളിതുപോലെ വയലും പാടമൊക്കെ കണ്ട് ഈ വഴിയിലൂടെ നമ്മുടെ മെയിൻ റോഡിലേക്ക് എത്തുവാണ്. നല്ല പൊരിഞ്ഞ കരിഞ്ഞ വെയിലാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ വില്ലേജ് ടൂർ. ടാറ്റ ബൈ ബൈ. അങ്ങനെ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിയുള്ള യാത്ര.